ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ് റജി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി കട്ടിങ് വീഡിയോ ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ നല്ല ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിട്ടോ. ഞാനിതൊരു ചെറിയ മോൾക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് തന്നെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ തുണി എടുത്തത്. കുഞ്ഞു ഉടുപ്പാണ് കേട്ടോ. ഫസ്റ്റ് നമ്മളിവിടെ ഒരു 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കട്ടോ. ഇനിയാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ നെക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2.25 എടുക്കുക. ഓക്കെ, 2.25 എടുത്തിട്ടാണ് അതേ 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടാണ്. ഇത് നമ്മളൊരു ബോക്സ് ആക്കി. ഓക്കെ, ഇനി ഈ ലൈനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടി കേട്ടോ. ഷോൾഡർ 9 അപ്പോൾ നമ്മൾ 4.25, കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. 4.25 നമ്മൾ മാർക്ക് ചെയ്തിട്ടാ. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാം. 9ൻ്റെ പകുതി 4.5 മാർക്ക് ചെയ്തിട്ടാ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് കർവ് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 22 അപ്പോൾ ഒരു 5.5 അല്ല, ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 6 മാർക്ക് ചെയ്യാം നമുക്ക്. 6 മാർക്ക് ചെയ്തു. ഇനി ലെങ്ത്താണ് വേണ്ടത്. ലെങ്ത്ത് 10 ഇട്ട് ഇവിടെ ഞാൻ സീം എലവൻസ് എടുക്കും. 10 ഇട്ട് എടുക്കുന്നത്. 10 എടുത്ത് ലൈൻ വരച്ചു. ജസ്റ്റ് 1 ഇഞ്ച് ഇങ്ങോട്ട് എടുത്ത് ഒന്ന് കർവ് ചെയ്യട്ടെ. കർവ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇത് ഷോൾഡറിൽ ചിരിച്ചെടുക്കുക. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 2 ഇഞ്ച് ബാക്ക് നെക്കിലേക്കുള്ള ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനെ ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കുക. ഇതാണ് നമുക്ക് ക്രോപ്പ് നെക്കിന് എക്സ്ട്രാ വരുന്ന സംഭവം കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും ഇവിടെ കഴുത്ത്, കുഞ്ഞു കുട്ടികളല്ല, അപ്പോൾ അവിടെ കഴുത്ത് 2.25 മാർക്ക് ചെയ്ത് ഇവിടെ ഞാൻ ഈ 3 ഇഞ്ചിൽ നിന്ന് 2.25 മാർക്ക് ചെയ്തിട്ടോ. എന്നിട്ട് ഒരു ലൈൻ വരച്ച് ഇനി ഇവിടെ 1 ഇഞ്ച് 1/4 ഇഞ്ച് ഇവിടെ വേണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്നാണ് കേട്ടോ നെക്ക് വരക്കുന്നത്. ഇത് നമ്മൾ കുറച്ചും കൂടെ തള്ളി വേണേൽ വരക്കുക. അതേപോലെ തന്നെ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെയും വരക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ ഒരു 1 ഇഞ്ച് അളവിൽ ഇതിവിടെ മാർക്ക് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ. ഇതിൽ നിന്ന് കാണുന്നുണ്ടോ മിസ്? ഈ നമ്മുടെ ആം ഹോളിലേക്ക് ഇങ്ങനെ പോകട്ടെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്. ഇവിടെ നമ്മൾ ഒരു ഇച്ചിരി ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് കട്ടിങ് വരും. ഇങ്ങനെയാണ് കേട്ടോ കട്ടിങ് പോവുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഫ്രണ്ട് പീസ് നമ്മൾ എന്താ പറയുക, കുറച്ച് കെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കെർവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ലേസ് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇങ്ങനെ കെർവാക്കിയിട്ടാ. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതാണ് കേട്ടോ. ബാക്ക് വശം ഞാൻ 7 ഇഞ്ചാണ് ഇട്ട് എടുക്കുന്നത്. ഇറക്കം ഇത് എക്സസ് ഉള്ളത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു കർവ് ചെയ്യണം കേട്ടോ.
ഇതിൻ്റെ വീതി നമ്മൾ ആദ്യം എടുത്ത ഫ്രണ്ട് പീസിൻ്റെ അതേ വീതി ആട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റിൽ ഇതിന് എന്താ പറയുക മെഷർമെൻ്റ് ഒന്നുമില്ല, ഒരു ഇലാസ്റ്റിക്കും കൂടി കൊടുത്താൽ അടിപൊളിയായിരിക്കും. ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും വേണമെന്നില്ല. നമ്മൾ എക്സസ് വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതേമാതിരി ഫ്രണ്ട് പീസിലേക്ക് ഇത് അഡ്ജസ്റ്റ് ആക്കി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മെയിൻ പീസ് കൂടി കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ മെയിൻ പീസിൽ ലൈനിങ് വെച്ച് ഒരു സുമാര വെച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇതിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് അടിച്ചെടുക്കും. അതുപോലെ തന്നെ ബാക്ക് പീസും നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് മുകൾ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ ഈ ഇത്രയും ഭാഗം ഈ ഭാഗവും അതേമാതിരി ഇങ്ങനെ, അതായത് നല്ല വശത്ത് ലൈനിങ് നമ്മുടെ നല്ല വശത്ത് ഈ വശത്താണ് ലൈനിങ് വെക്കുക. എന്നിട്ട് ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക, ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ കെർവുള്ള ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. ഇത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് സീയിങ് അലവൻസ് വിട്ടിട്ട് എന്നിട്ട് ഈ കെർവിലൊക്കെ കത്തി വെച്ച് ചുമ്മാ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കെർവ് ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഈ പോയിന്റിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഞാൻ കൂട്ടി അടിച്ച് ഹോൾസ് കൂടെ ഇതെടുത്ത് മറിച്ചെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് കുത്തി അതിനങ്ങോട്ട് മറിച്ചെടുത്ത് നല്ല ഭാഗം. അപ്പോൾ ഇത് നല്ല ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് ലൈനിങ് മറിക്കുമ്പോൾ ഇത് നല്ല ഭാഗം ഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. ഫൈനലി ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വശം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ബാക്ക് പീസ്. ഇതും ഇതേപോലെ തന്നെ നല്ല ഭാഗത്താണ് ലൈനിങ് മെറ്റീരിയൽ കൊടുക്കേണ്ടത്. ഈ സെൻറ്റർ പോർഷൻ ഇതാണ് നമ്മൾ ചെറിയൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകൾ ഭാഗം, ഈ പോർഷനാണ് താഴെ ഭാഗം. ചെറിയ കെർവുള്ള ഭാഗമാണ് താഴെ ഭാഗം, അറിയാലോ. പിന്നെ വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇതിൽ വെച്ച് സ്റ്റിച്ചാക്കുക വേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ചാക്കുക വേണ്ടത്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് മടക്കി അടിക്കാനുള്ള താഴെ ഭാഗം ഇത് ഇങ്ങനെ മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇതുണ്ടാകും. പിന്നെ ഈ സെൻറ്റർ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഹുക്ക് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ടൈറ്റാക്കാൻ നല്ല സുഖമായിരിക്കും. ചിലർ ഇതിന് ഇലാസ്റ്റിക്കും കൊടുക്കുക. ഇലാസ്റ്റിക് കൊടുത്താലും ഈ ഭാഗവും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്താലും ടൈറ്റായി കിട്ടും കേട്ടോ. ബോഡിക്ക് കറക്റ്റായി കിട്ടും. നല്ല മെലിഞ്ഞ കുട്ടികളാണ്. ഇതിൻ്റെ സെൻറ്റർ പോർഷന് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നമുക്ക് ഹുക്സ് വെക്കാനുള്ള ഭാഗമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബ്ലൗസിന് നമ്മൾ 1.5 2.5 വെക്കാന്ന് പറയില്ല ഹുക്സിന് വേണ്ടിയിട്ട്. അതായത് പടി വെക്കുക എന്നൊക്കെ പറയും. അപ്പോൾ 1.5 ഇഞ്ചിലും 2.5 ഇഞ്ചിലും 2 പീസ് എടുത്തിട്ട് അത് ബാക്ക് പീസ് ഓപ്പൺ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കണ്ടുകൊടുക്കുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്യുക. നല്ല വൃത്തി ഉണ്ടാകും. പിന്നെ ഹുക്സിന് ലൂപ്പിന് പകരം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ഫൈനലി ഇതാണ് ഇപ്പോൾ സ്റ്റിച്ചാക്കി വെച്ച് അങ്ങനെ ഞങ്ങൾ പിൻ ചെയ്ത് കൊടുത്താണ്. ഇങ്ങനെയാണ് ക്യാപ്സ്. മെഷർമെൻ്റ് ഒക്കെ റെഡിയാണ്. 11 22 അതുപോലെ 10 20 10 മെഷർമെൻ്റ് ഒക്കെ ഓക്കെ. ഇനി നമ്മൾ ഇതിന് ഇവിടെ ലേസ് ഫിറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ചെണ്ടും ഇതും സ്ട്രാപ്പും കൊടുത്താൽ കഴിഞ്ഞിട്ടോ. അതില്ലേ ഈ 2 വള്ളി നമ്മൾ ഇവിടെ കൊടുത്തിട്ടോ. ഇവിടെ കൊടുക്കണം. കൊടുക്കട്ടെ. ഞാൻ പിന്നെ സ്കേർട്ട് വന്ന് 2 പീസ് സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ നിന്ന് എടുത്ത് പിന്നെ ഇതിൽ 4 പീസ് ടോപ്പിൻ്റെ 4 പീസും ചതുര പീസും എടുത്തിട്ട് ഇതിൻ്റെ ചെണ്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫസ്റ്റ് നമ്മൾ ഈ കളർ എടുക്കാം.
നടക്കൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ചെണ്ടൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എടുത്ത് വെച്ചതാണ് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാ പേജ് 999 ബ്രൈഡൽ ബൊട്ടിക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേമാതിരി വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കാണാനും മറക്കരുത് കേട്ടോ.